ഹായ് കൂട്ടുകാരെ, എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഇതാട്ടോ എൻ്റെ തറവാട് വീട്. ഒരു 40 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടാവും. ഇതുണ്ടോ, എല്ലാ തരം ഹൈ റേഞ്ചറുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഈ സ്ഥിരം സാധനം കാണും. എല്ലാ സ്പൈസസും ഇങ്ങനെ ഉണങ്ങാനിടുക, നല്ല ഭംഗി. ഞങ്ങൾക്ക് ഇത് സ്ഥിരം കഴിച്ച കേട്ടോ. അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. ഇന്നലത്തെ കുറച്ച് ബാക്കി ബാലൻസ് പണി ഉണ്ടായിരുന്നു. ഈ പണി കുറച്ച് തീർത്തിട്ട് വേണം ഇന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പരിപാടിയൊക്കെ തീർത്തിട്ട് വേണം പോകാൻ. ദേ ഇതാട്ടോ ഏലത്തിൻ്റെ പൂ. നിങ്ങൾ ഏലത്തിൻ്റെ പൂ കണ്ടിട്ടുണ്ടോ? ഈ പൂവാണ് പിന്നെ ഏലക്കയായിട്ട് മാറുന്നത്. ഉണ്ടോ, നിറച്ചും പൂവും കായൊക്കെ ആയിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. ദേ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ മുള്ളമ്പന്നിയുടെ മുള്ളെന്ന് പറയുന്ന സാധനം. ഈ സാധനം കാണും തറച്ച് കയറിയാണ്ടല്ലോ. പകലിവിടെ കാണാറില്ല, രാത്രി ഇറങ്ങാറുള്ളൂ. എന്നാലും സൂക്ഷിക്കണം. ഇത് ഈ പച്ചപ്പിന് നടുക്കിരിക്കുന്ന കണ്ടോ? ഇതെൻ്റെ കൊച്ചു വീട്. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടല്ലേ? വീട്ടിലെത്തിയപ്പോൾ നമ്മൾ നല്ല ചൂട് ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഇന്ന് തിരിച്ചു പോകണം. പോരുന്ന വഴിക്ക് ഒരു ചെറിയ സങ്കട കാഴ്ചയാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും. നമ്മുടെ അടിമാലി മൂന്നാർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞതുള്ളത്. മനുഷ്യൻ നിർമ്മിച്ച പ്രശ്നം കൊണ്ട് മനുഷ്യൻ തന്നെ ദുരിതം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമല്ലേ? ഒരു ജീവനും പോയി, കുറേ പേരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാവരും സേഫായിട്ട് തന്നെ